പ്രിയപ്പെട്ട കൂട്ടുകാരെ നമസ്കാരം, അനിതയാണ്. നമ്മളിന്ന് സംസാരിക്കാൻ പോകുന്ന വിഷയമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒരു വ്യക്തിയുടെ മനോഹരമായ തിരിച്ചുവരവ്. നമ്മൾ ഇത്ര നാളത്തോളം കണ്ട ഒരു വ്യക്തിയിൽ നിന്നും പുതിയൊരാളെ അവിടെ കാണുവാൻ കഴിഞ്ഞു. മനസ്സിൽ പലപ്പോഴും ദേഷ്യമോ വെറുപ്പൊക്കെ തോന്നിയിരുന്ന വ്യക്തിയോട് നമുക്ക് അല്പം സ്നേഹമൊക്കെ തോന്നുമില്ലേ? മറ്റാരെക്കുറിച്ചും അല്ല പറയുന്നത്, ഷൈൻ ടോം ചാക്കോയെക്കുറിച്ചാണ് പറയുന്നത്. കഴിഞ്ഞ ദിവസം അദ്ദേഹം ദ ക്യൂ സ്റ്റുഡിയോ എന്ന് പറയുന്ന ഒരു യൂട്യൂബ് ചാനലിൽ മനേഷ് നാരായൺ നടത്തിയ ഒരു ഇൻ്റർവ്യൂ നിങ്ങൾ പലരും കണ്ടിട്ടുണ്ടാവും. പക്ഷേ അദ്ദേഹത്തിനുണ്ടായ വലിയൊരു നഷ്ടം അദ്ദേഹത്തിൻ്റെ ജീവിതത്തിൽ എത്രമാത്രം മാറ്റങ്ങൾ ഉണ്ടാക്കി തീർത്തു എന്നുള്ളത് വളരെ പ്രസക്തമാണ്. മറ്റു പലരുടെയും നഷ്ടങ്ങൾ പലപ്പോഴും നമ്മൾക്ക് കണ്ടു നിൽക്കുമ്പോൾ കഷ്ടം എന്ന് പറയാൻ മാത്രമേ സാധിക്കുകയുള്ളൂ. പക്ഷേ അവനവനുണ്ടാകുന്ന നഷ്ടങ്ങൾ എന്ന് പറയുന്നത് അത് അനുഭവിക്കുമ്പോൾ മാത്രമേ അതിൻ്റെ തീവ്രത എത്രമാത്രമാണെന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുകയുള്ളൂ. അപ്പോൾ ആ ഒരു യാഥാർത്ഥ്യത്തിലൂടെ കടന്നുപോയ ഒരു ചെറുപ്പക്കാരൻ, അദ്ദേഹം കടന്നു വന്ന നാൾവഴികളിൽ എന്തൊക്കെയായിരുന്നുവോ അതിൽ നിന്നെല്ലാം വ്യതിചലിച്ച് ഒരു പുതിയ പാത സ്വീകരിക്കുന്നതിൻ്റെ ഒരു മുന്നൊരുക്കമാണ് നമുക്ക് കാണുവാൻ സാധിക്കുക. ആ ഇൻ്റർവ്യൂവിലെ ഇതിൽപ്പെട്ട കുറച്ച് ഭാഗങ്ങൾ, അതിൽ ആദ്യമായിട്ട് നമുക്ക് ഷൈൻ പറയുന്ന ഹാർട്ട് ടച്ചിങ് ആയിട്ടുള്ളൊരു വാക്കുണ്ട്. അതായത് ഒരു ആക്സിഡൻറ്റ് എന്ന് പറയുന്നത് ഞാൻ സിനിമയിലോ അല്ലെങ്കിൽ ടി വിയിലോ ഒക്കെ കണ്ടിട്ടേ ഉള്ളൂ. ഞാൻ ആദ്യമായിട്ട് അനുഭവിക്കുന്ന ഒരു സാഹചര്യം, മറ്റൊരാളുടെ അച്ഛൻ നഷ്ടപ്പെട്ടു എന്നൊക്കെ പറയുമ്പോഴുണ്ടാകുന്ന വേദന നമുക്കൊരു കണ്ടോളൻസിലോ അല്ലെങ്കിൽ ഒരു സിമ്പലിലോ ഒക്കെ ഒതുക്കി തീർക്കാനായിരിക്കും പലരും. പക്ഷേ ആ മാറ്റമെന്ന് പറയുന്നത്, ആ നഷ്ടമെന്ന് പറയുന്നത് അദ്ദേഹത്തിൻ്റെ വാക്കുകളിലൂടെ തന്നെ അത് കേട്ടു നോക്കണം. സുഹൃത്തുക്കൾ, നമുക്കൊന്ന് കേട്ടു നോക്കാം ഷൈൻ എന്തുവാണ് പറയുന്നതെന്ന്. എനിക്ക് ഈ രാത്രി ഈ വിഡ്രോവൽ സിംറ്റംസിന്റെ ഭാഗമായിട്ടൊന്നും അറിയില്ല. ഇടയ്ക്ക് രാത്രി ഞാൻ എഴുന്നേറ്റ് ബിസ്ക്കറ്റ് കഴിക്കുന്ന ശീലവും അല്ലെങ്കിൽ ഭക്ഷണം കഴിക്കുന്ന ശീലമൊക്കെ ഉണ്ട്. കാരണം വേറെ ഇതിന്റെ ഇടയിൽ നമ്മൾ ചെയ്തിരുന്ന സിഗരറ്റ് വലി ആയിരുന്നു. അപ്പൊ അതിന് പകരമായിട്ട് തുടങ്ങിയ ശീലമാണ് ബിസ്ക്കറ്റ് കഴിക്കുക, എന്തെങ്കിലും കഴിക്കുക. അപ്പൊ ഞാൻ ബാക്കിലത്തെ സീറ്റിലൊക്കെ കിടക്കും. അപ്പൊ ഉറക്കത്തിൽ എഴുന്നേറ്റ് ഇടയ്ക്ക് ഡാഡീൻ്റെ അടുത്ത് ബിസ്ക്കറ്റ് കഴിക്കും. ഡാഡി 2-3 പ്രാവശ്യം ബിസ്ക്കറ്റ് വന്നു. പിന്നെ ഞാൻ കണ്ടു നോക്കുമ്പോൾ വണ്ടി ഓൾറെഡി ഇടിച്ച് കിടക്കുകയാണ്, ഞാൻ ബാക്കില്. അതിനുശേഷം ഡാഡി എന്നെയായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്തിട്ടില്ല ഞങ്ങൾ ആരെയായിട്ടും. മമ്മി ചോദിക്കുന്നുണ്ട് എന്താണ് നമ്മൾ ഈ റോട്ടിൽ കിടക്കണത്, ഇങ്ങോട്ടാണ് നമ്മൾ പോയിക്കൊണ്ടിരിക്കണത്. അപ്പോ എനിക്ക് ആദ്യമായിട്ടാണ്, ഞാൻ ഇതുവരെ കാഴ്ചയായിരുന്നു എനിക്ക് ആക്സിഡന്റ് എന്ന് പറഞ്ഞു. അച്ഛൻ, ബാക്കിയുള്ളവരുടെ അച്ഛൻ മരിക്കുക അല്ലെങ്കിൽ അമ്മ മരിക്കുക എന്ന് പറയുന്നത് എനിക്കൊരു വെറും വാർത്തയായിരുന്നു. TV-യിൽ കണ്ട ന്യൂസ് മാത്രമായിരുന്നു. അതിലൂടെ കടന്നു പോകുമ്പോ ഞാൻ ശരിക്കും യഥാർത്ഥത്തിൽ കരഞ്ഞു പോയിരുന്നു. റോഡിൽ നിന്നിട്ട് ആരെങ്കിലും വന്ന് ഹെൽപ്പ് ചെയ്യണേ, ആരെങ്കിലും ഞങ്ങൾ ഹോസ്പിറ്റലിൽ എത്തിക്കണേ. അപ്പോ അനിയൻ ജോ എന്ന് പറയുന്ന വ്യക്തി, അവൻ മുന്നിലായിരുന്നു ഇരുന്നിരുന്നെന്ന് പറയുന്നു. എനിക്കറിയില്ല ഇതിന്റെ ഇടയിൽ ഉറക്കം. ഞാൻ ഈ റിഹാബിലെ മെഡിസിൻസ് കഴിക്കുന്ന കാരണം നേരത്തെ കിടന്ന് ഉറങ്ങുന്ന ശീലം തുടങ്ങിയിട്ടുണ്ടായിരുന്നു. ഈ പറഞ്ഞ ശീലങ്ങളിൽ നല്ല എന്നെ ഉറക്കാൻ എനിക്ക് മരുന്ന് തരും കറക്റ്റായിട്ട്. ഞാൻ ഉറങ്ങാൻ വേണ്ടിയിട്ട് ഡാഡി വേറെ ആളെ കൊണ്ട് വണ്ടി ഓടിപ്പിക്കും. എന്നോട് വണ്ടി ഓടിക്കാനേ പറയാറില്ല. ജോകൂട്ടന് ഒരു പോറൽ പോലും പറ്റിയിട്ടില്ല എന്ന് തോന്നുന്നു. ഞാൻ വിചാരിക്കും എന്താണ് ഇവൻ ഇങ്ങനെ നടക്കണത്, ഒന്നും പറ്റാത്ത, ഇനി നടന്നു പോയിട്ട് കുഴഞ്ഞു വീഴുകയെ അങ്ങനെ എന്തെങ്കിലും സംഭവിക്കുക. കാരണം വണ്ടി അതുമാതിരി തകരാറ് കിടക്കുന്നത്. ഞാൻ ഡാഡീനെ വിളിച്ച് ഡാഡി റെസ്പോണ്ട് ചെയ്യുന്നില്ല. ഇവനും പാച്ചും കൂടി ഞങ്ങളെ വാരി കെട്ടി ഹോസ്പിറ്റലിൽ എത്തിച്ച് പിന്നീടൊക്കെ നിങ്ങൾക്ക് അറിയാമല്ലോ എന്താ സംഭവിച്ചത്. അതായത് അദ്ദേഹവും ഫാമിലിയും ഉള്ള ഒരു യാത്ര, അവർ ബാംഗ്ലൂർ, നിങ്ങൾക്കറിയാം ബാംഗ്ലൂരിലേക്ക് പോകുന്ന വഴിമതി ഉണ്ടായിട്ടുള്ള ആക്സിഡൻ്റാണ്. ഈ ഒരു സംഭവം നടന്ന സമയത്ത് തന്നെ ഷൈനെ കുറിച്ച് പൊതുവായിട്ടുള്ളൊരു അവബോധം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇദ്ദേഹം ഈ ലഹരി ഉപയോഗിച്ച് വല്ലാത്ത രീതിയിൽ സംസാരിക്കുകയും പെരുമാറുകയൊക്കെ ചെയ്യുന്നതുകൊണ്ട് തന്നെ ഇങ്ങനൊരു ആക്സിഡൻ്റ് ഉണ്ടായപ്പോഴും ഇദ്ദേഹത്തെ ചീത്ത പറയുവാനാണ് പലരും ശ്രമിച്ചിട്ടുള്ളത്. ഷൈനായിരിക്കും വണ്ടി ഓടിച്ചത്, അവൻ്റെ അഹങ്കാരമല്ലേ, അങ്ങനെയാണ് ഇങ്ങനെയാണെന്നൊക്കെ പറഞ്ഞിട്ടുണ്ടാവും അല്ലേ. പക്ഷേ യഥാർത്ഥത്തിലുള്ള സംഭവം അദ്ദേഹം തന്നെ പറയുന്ന കേട്ടപ്പോൾ എത്ര ഭീകരമാണ്. പിന്നീട് അദ്ദേഹം അമ്മയെക്കുറിച്ചാണ് സംസാരിക്കുന്നത്. ഇതായിരുന്നു യഥാർത്ഥത്തിലൊരു ഷൈൻ എന്ന് നമുക്ക് പലപ്പോഴും സംശയം ഉളവാക്കുന്നു എന്ന് വേണമെങ്കിൽ പറയാം. കാരണം നമ്മൾ പലപ്പോഴും വെള്ളിത്തിരയിൽ കാണുന്ന ഷൈൻ വേറെയാണ്, ഇൻ്റർവ്യൂസിൽ കാണുന്ന ഷൈൻ വേറെയാണ്, വാർത്തകളിൽ നിറഞ്ഞു നിൽക്കുന്ന ഷൈൻ വേറെയാണ്. പക്ഷെ അതിൽ നിന്ന് വ്യത്യസ്തമായിട്ടും എത്രയോ ഇദ്ദേഹം മാറിയിരിക്കുന്നു എന്നുള്ളതാണ്. ഇപ്പോൾ ഇതിൽ അമ്മയ്ക്കൊരു ഏകാന്തത അല്ലെങ്കിൽ ആരുമില്ല എന്നൊരു തോന്നൽ ഉണ്ടാകാൻ പാടില്ല. പരമാവധി ഞാൻ അമ്മയോട് ചേർന്ന് നിൽക്കാൻ ശ്രമിക്കുന്നു. അപ്പോൾ ആ ഒരു കെയറിങ്ങിനെ കുറിച്ച് അദ്ദേഹം ഷെയർ ചെയ്യുന്ന കുറച്ച് കാര്യങ്ങളുണ്ട്. അത് നമുക്ക് അതും കൂടെ ഒന്ന് കേട്ട് നോക്കിയാലോ. ഇപ്പൊ കൂടുതൽ കഴിഞ്ഞ ഒരു മാസം നോക്കി കൂടുതൽ സമയം മമ്മിയോട് ചേർന്ന് തന്നെയുണ്ട്. മമ്മിക്ക് എനിക്ക് തോന്നുന്നത് കുറെ കാലത്തിന് ശേഷമായിരിക്കുമല്ലോ അങ്ങനെ മമ്മിയുടെ തൊട്ടടുത്തുണ്ട്. ഇതിനു മുന്നേ ഉള്ള ഒരു മാസം മുന്നേ
അങ്ങനത്തെ ഒരു ശീലം തുടങ്ങിയിട്ടുണ്ടായിരുന്നു. കാരണം ഇനി അവരെ വേദനിപ്പിക്കാനോ ഓടിപ്പിക്കാനോ എനിക്ക് പറ്റാതെ ആയിട്ടുണ്ട്. കാരണം എന്തൊക്കെയാണെങ്കിലും എന്റെ ശീലങ്ങൾ കൊണ്ടോ എന്റെ നല്ല ശീലങ്ങൾ കൊണ്ടോ മോശം ശീലങ്ങൾ കൊണ്ടോ മറ്റുള്ള ആളുകൾ, പ്രത്യേകിച്ചും എനിക്ക് ഏറ്റവും പ്രിയപ്പെട്ടവരും എന്നെ ഏറ്റവും പ്രിയപ്പെട്ടതുമായിട്ട് കാണുന്ന ആളുകൾ കിടന്ന് നെട്ടോട്ടം ഓടുന്നു. അതാ എന്റെ മാതാപിതാക്കളാണെങ്കിലും സഹോദരി സഹോദരന്മാരാണെങ്കിലും ബന്ധുക്കളാണെങ്കിലും കൂട്ടുകാരാണെങ്കിലും എന്നെ ഇഷ്ടപ്പെടുന്ന ആളുകളാണെങ്കിലും ഇപ്പൊ എന്റെ പടം കാണുന്നവരാണെങ്കിലും നിങ്ങളാണെങ്കിലും ഇവരാണെങ്കിലും എല്ലാവരും അനുഭവിക്കുന്ന ഒരു ബുദ്ധിമുട്ടുണ്ട് എനിക്ക് ചുറ്റും കിടന്നിട്ട്. അവര് യാതൊരു തരത്തിലും അനുഭവിക്കേണ്ട ഒരു ബുദ്ധിമുട്ട്. അപ്പൊ ഈ ആക്സിഡന്റിന് ശേഷം ഞങ്ങള് ഈ സർജറിക്ക് ശേഷം ഒരു മുറിയിൽ തന്നെയായിരുന്നു. മമ്മി പറഞ്ഞു ഒരുമിച്ച് കിടക്കണം. ആക്സിഡന്റ് ആയ അന്ന് മുതലേ മമ്മി ഡാഡിനെ ചോദിക്കുക, ഡാഡി എവിടെ, ഡാഡി എവിടെ? തൊട്ടടുത്ത സീറ്റിൽ ഇരുന്നിട്ട് ട്രാവൽ ചെയ്തിരുന്നതല്ലേ ഡാഡി. അപ്പൊ ഞാൻ ഇടയ്ക്ക് പറയും, ഡാഡി നമ്മുടെ കൂടെ തന്നെ ഉണ്ട്, എങ്ങോട്ടും പോവില്ല ഇനി. എനിക്ക് അങ്ങനെ പറയാൻ പറ്റുള്ളൂ. എന്നിട്ട് ഞാൻ കരയും. അപ്പൊ ഞാൻ വിചാരിക്കണം മമ്മിക്ക് മനസ്സിലാവുന്ന. കുറച്ച് കഴിഞ്ഞ് മമ്മി വീണ്ടും ചോദിക്കും, ഡാഡിക്ക് എവിടെ, ഡാഡി എവിടെ? ഡാഡി ഐസിയുലായിരിക്കില്ലേ? അപ്പൊ ഡോക്ടർ പറഞ്ഞു ഇത് അക്സെപ്റ്റ് ചെയ്യാൻ കുറച്ച് സമയം എടുക്കും. പിന്നെ അനിയത്തിമാര് വന്നിട്ട് അപ്പൊ ന്യൂസിലാൻഡിലുള്ള അനിയത്തിമാരെ കണ്ടപ്പോ കുറച്ചും കൂടി എന്തോ കാര്യമായിട്ട് സംഭവിച്ചിട്ടുണ്ട്, ആക്സിഡന്റ് മാത്രം. ഇവര് പെട്ടെന്ന് ഇങ്ങോട്ട് വന്നല്ലോ. പിന്നെ ഗ്രാജുവലി ആണ് അത് പറഞ്ഞ് മനസ്സിലാക്കണം. അപ്പം ഞാൻ മുഖാന്തരം എന്നെ സ്നേഹിക്കുന്നവരെ ഇനി വേദനിക്കരുത് എന്നുള്ളൊരു ആഴമായ ഒരു ലക്ഷ്യം, ഒരു തീരുമാനം, ഒരു ഡിസിഷൻ, ഒരു ഉറച്ച തീരുമാനം ആ വാക്കുകൾ നമുക്ക് കാണുവാനാകും അല്ലേ. പിന്നീട് ഇദ്ദേഹം എപ്പോഴും ആ ഒരു ആക്സിഡൻറ്റിൻ്റെ ട്രോമയിൽ നിന്ന് വിട്ടു മാറിയിട്ടില്ല എന്ന് അദ്ദേഹത്തിൻ്റെ സംസാരത്തിൽ നിന്നും ബോധ്യമാകുന്നുണ്ട്. അത് പറയുന്നുണ്ട്. ഇപ്പോഴും രാത്രി എനിക്കിപ്പോ സ്റ്റിച്ച് വിടാനായിട്ട് ഞാൻ പുറത്തേക്ക് വണ്ടിയിൽ പോകുമ്പോഴും ടെൻഷനാ. വണ്ടി ഇടിക്കോ നമ്മള് ട്രോമയായി വണ്ടി ഒരു മാറുമല്ലോ. മമ്മി ഞാനും ഒരേ റൂമിൽ കിടക്കണം. ഞാൻ പറഞ്ഞു ഞാൻ മമ്മിയുടെ കൂടെ കിടന്നോളാം. കാരണം മമ്മി മാത്രം ഒറ്റപ്പെട്ടു പോയി എന്നുള്ള തോന്നലുണ്ടാവാൻ പാടില്ല. തിരക്കായി എല്ലാവരും ഓരോരോ പരിപാടികളായിട്ട് ഇങ്ങനെ പോകുമ്പോഴേ മമ്മി മാത്രമായി പോയി. കാരണം മമ്മിക്കാണല്ലോ കമ്പാനിയൻഷിപ്പ് ഏറ്റവും കൂടുതൽ നഷ്ടപ്പെട്ടുള്ളത്. നമ്മൾ എന്തൊക്കെയാണെങ്കിലും നമുക്ക് വേറെ ഈ ലോകത്ത് വേറെ ഒരുപാട് കാര്യങ്ങൾ ചെയ്യാനുണ്ട്, ഒരുപാട് കാര്യങ്ങളെ പറ്റി ചിന്തിക്കാം, എൻഗേജ്ഡ് ആവാനുണ്ട്. അങ്ങനെ ആയേ പറ്റൂ. പക്ഷെ മമ്മിക്ക് വേറെ ഒന്നും എൻഗേജ്ഡ് ആവണില്ല. റിട്ടയർമെന്റ് സമയത്ത് ഇവര് തമ്മിലുള്ള ഈ കമ്പാനിയൻഷിപ്പിൽ ഇങ്ങനെ മുന്നോട്ട് പോയിരുന്നു, അവര് ഒരുമിച്ചുള്ള പ്രാർത്ഥനകളും കാര്യങ്ങളും. അപ്പോ അതുകൊണ്ട് ഞാൻ മമ്മിയുടെ തൊട്ടടുത്ത ബെഡിൽ തന്നെ കിടക്കണം. അമ്മയാണ് ഇപ്പോഴും ഏറ്റവും വലിയൊരു കൺസേണായിട്ട്. അദ്ദേഹത്തിൻ്റെ വാക്കുകളിൽ ആ വാത്സല്യം നിറഞ്ഞു നിൽക്കുന്നുണ്ട്. മമ്മി 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 ഇങ്ങനെ. ഇതായിരുന്നു ഷൈൻ, ശരിക്കുള്ള ഷൈൻ അല്ലേ. പിന്നീട് അദ്ദേഹം ഈ സംസാരത്തിനിടയിൽ തന്നെ ഇദ്ദേഹത്തിൻ്റെ ജീവിതത്തിലെ ലഹരിയാണ് ഇദ്ദേഹത്തിൻ്റെ ജീവിതത്തിനെ വളരെയധികം താളം തെറ്റിച്ചിട്ടുള്ളത്. പല കുടുംബങ്ങളിലും, കേരളത്തിലെ പല കുടുംബങ്ങളിലും കുടുംബജീവിതം താളം തെറ്റിക്കുന്നതും കുടുംബമില്ലായ്മപ്പെടുത്തുന്നതും എല്ലാത്തിൻ്റെയും ബേസിക്കായിട്ടുള്ള റീസൺ നമുക്കറിയാം ലഹരി തന്നെയാണ്. പക്ഷെ ഷൈൻ്റെ ജീവിതത്തിലും അപ്പോൾ അതിൽ നിന്ന് എങ്ങനെ വിമുക്തനാവാമെന്നുള്ള ആ യാത്രക്കിടയിലാണ് ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ അദ്ദേഹത്തിൻ്റെ ജീവിതത്തിൽ സംഭവിച്ചത്. നമുക്കറിയാം എത്രമാത്രം കോമാളിയായിട്ട് അദ്ദേഹം ചിത്രീകരിക്കപ്പെട്ടിട്ടുണ്ട്. റീസെൻ്റായിട്ട് വന്നിട്ടുള്ള വാർത്തകളിലും ലഹരി പിടിക്കുന്നു, അദ്ദേഹം ജനൽ വഴി ചാടി രക്ഷപ്പെടുന്നു. നമ്മളൊക്കെ അത് കാണുമ്പോൾ വളരെ പുച്ഛത്തോടുകൂടി ചിരിച്ചിട്ടുണ്ട്. പക്ഷേ ആ ഒരു സിറ്റുവേഷൻ ആ കുടുംബത്തെയൊക്കെ എത്രമാത്രം ബാധിച്ചിട്ടുണ്ടാകാം അല്ലേ. അപ്പോൾ അതൊരു വല്ലാത്തൊരു കുടുംബത്തിനെ ബാധിക്കുന്ന ഒരു ട്രോമയാണ് ലഹരി എന്ന് പറയുന്നത്. ഇപ്പോൾ ഈ ഒരു സംഭാഷണത്തിനിടയിൽ അദ്ദേഹം തന്നെ പറയുന്നുണ്ട്, അത് നമ്മുടെ ജീവിതത്തിനെ തെറ്റായിട്ട് ബാധിക്കുന്ന ഒരു കാര്യമാണെങ്കിൽ നമ്മളത് മാറ്റി നിർത്തുക തന്നെ വേണം എന്ന് പറയുന്നുണ്ട്. ലഹരി എന്ന് പറയുന്നത് ഒരിക്കലും അത് മയക്കുമരുന്നോ മറ്റോ ആവരുത്. അതൊരു ശീലമായിട്ട് ഇടയിൽ കൂടിയെന്നേ ഉള്ളൂ. അത് നമ്മൾ ഒരിക്കലും മുഴുവനായിട്ട് നമ്മൾ ഒരിക്കലും കീഴ്പ്പെടുത്താൻ പറ്റില്ല. ബേസിക് ആയിട്ട് നമ്മുടെ ലഹരി വേറെയാണെങ്കിൽ. അല്ല, ഉറപ്പായും അത് നേരത്തെ പറഞ്ഞ തന്നെ നമ്മളൊരു സമ്മർദ്ദത്തിന്റെ പുറത്ത് നമ്മളൊരു തീരുമാനം എടുക്കുന്നത്. ഇപ്പം നേരത്തെ പറഞ്ഞു, ഒരു സമ്മർദ്ദത്തിന്റെ പുറത്ത് എന്നാൽ ലഹരിയുടെ കൂട്ടുപേക്ഷിക്കാം എന്ന് തീരുമാനിച്ചെടുത്തൊരു തീരുമാനത്തിൽ നിന്ന് ഇത്തവണ ആ തീരുമാനം പറഞ്ഞ ചുറ്റുമുള്ളവർ വേദനിക്കരുത് എന്ന് മാത്രമല്ല, നമ്മളൊരു തിരിച്ചറിവ് കൂടി ഉണ്ടല്ലോ. നമ്മൾക്ക് ഇതിനേക്കാൾ ഗംഭീരമായുള്ളൊരു ഏറ്റവും സാധ്യതയുള്ളൊരു മറ്റൊരു മേഖലയുണ്ട്. അപ്പൊ അത് പൂർണ്ണമായിട്ട് ഉപേക്ഷിച്ച് കളയാം. അതിനെ നമുക്ക് ഭയങ്കര സ്വാതന്ത്ര്യത്തോടു കൂടിയിട്ട് അതിൽ ഇടപെടാനും മുന്നേറാനും പറ്റാത്തതിനെ എന്തിനേയും നമ്മൾ മാറ്റി നിർത്തണം. സ്വാതന്ത്ര്യത്തോടു കൂടി മറ്റൊരു ഇതിൽ ഇടപെടാൻ സാധിക്കാത്ത രീതിയിൽ നമ്മുടെ ജീവിതത്തിനെ ബാധിക്കുന്ന എന്തുവാണെങ്കിലും അത് നമ്മൾ മാറ്റി നിർത്തണം. ഇതിൽ മനീഷ് ഭയങ്കരമായിട്ടും അദ്ദേഹത്തിനെക്കുറിച്ച് അദ്ദേഹത്തിൻ്റെ ആ മനസ്സിലുള്ള കാര്യങ്ങൾ പുറത്തു കൊണ്ടുവരാൻ ശ്രമിക്കുന്നുണ്ട്. വളരെ ഷൈൻ എന്ന വ്യക്തിയെ
ഭയങ്കരമായൊരു നഷ്ടത്തിലൂടെ മറ്റൊരു വ്യക്തി പിറക്കുകയാണ് ഇവിടെ ചെയ്യുന്നത്. അതിനെ റിവീൽ ചെയ്യാൻ ഈ ഇൻ്റർവ്യൂവർ വളരെയധികം ഭംഗിയായിട്ട് ശ്രമിക്കുന്നുമുണ്ട്. ഇടക്കാലത്ത് ഇദ്ദേഹം ഷൂട്ടിംഗ് ലൊക്കേഷനിലൊക്കെ ഭയങ്കര ലഹരി ഉപയോഗിച്ചിട്ട് ബാഡായിട്ട് ബിഹേവ് ചെയ്ത കാര്യങ്ങളെക്കുറിച്ചൊക്കെ ഇടയ്ക്ക് ഭയങ്കരമായിട്ട് ചർച്ച ചെയ്തു. നമുക്കതൊന്നും പറയണ്ട. പക്ഷേ ആ കാര്യങ്ങൾ ഇദ്ദേഹം ഷൈനി ഇപ്പോൾ പറയുന്നുണ്ട്, ഞാൻ ലഹരി എൻ്റെ ജീവിതത്തിനെ വളരെയധികം ബാഡായിട്ട് അഫക്റ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ എൻ്റെ തൊഴിലിനെ അത് ബാധിക്കാതിരിക്കാൻ ഞാൻ വളരെയധികം ശ്രമിച്ചിട്ടുണ്ട്. ഉഴപ്പ് ജോലിയിൽ കാണിച്ചിട്ടില്ല, ലൊക്കേഷനിലൊന്നും ഞാൻ വലിയ കുഴപ്പക്കാരനൊന്നും അല്ലായിരുന്നു എന്ന് അദ്ദേഹം പറയുന്നൊരു പാർട്ടും കൂടെ ഉണ്ട്. നമുക്കൊന്ന് ശ്രദ്ധിച്ച് നോക്കാം. സുജ്മയുടെ വർക്കിന് യാതൊരു കോട്ടവും തെറ്റാത്ത രീതിയിലാണ് എന്ത് ശീലങ്ങളുണ്ടെങ്കിലും മുന്നോട്ട് പോയിരുന്നത്. ഉറക്കമില്ലായ്മയാണെങ്കിലും ഞാൻ ലൊക്കേഷനിൽ നേരത്തെ എത്തും. ഉറങ്ങാതിരിക്കണത് ലൊക്കേഷനിൽ നേരത്തെ എത്താൻ വേണ്ടിയിട്ടാണ്. പിന്നെ ഒരു ഷൂട്ടിങ്ങും ഞാൻ മുടക്കിയിട്ടില്ല, അവർക്ക് ആർക്കും ഒരു ഉപദ്രവം ഉണ്ടാക്കിയിട്ടില്ല. പിന്നെ ഡബിങ്ങിന്റെ കാര്യത്തിൽ ഉണ്ടാവുന്ന ഈ ഇഷ്യൂസും കാഴ്ചക്കുള്ള എന്റെ അൺഹെൽത്തി ലുക്കും പരിപാടികളും മാത്രമേ ഉള്ളൂ. അല്ലാതെ പുറമേക്കുള്ള ഒരു അഗ്രസീവ് ആയിട്ടുള്ളതും ഇന്റർവ്യൂവിൽ കാണുന്ന പോലെയുള്ള ഒരു കുഴപ്പക്കാരനും അല്ല ഞാൻ ലൊക്കേഷനിൽ. കാരണം ഷൂട്ടിംഗ് നടക്കുക എന്നുള്ളതാണ് ബേസിക് സാധനം. അത് കമൽ സാർ നമ്മളോട് പറഞ്ഞിട്ടുണ്ട്. വളരെ അധികം ആളുകൾ അവരുടെ സ്വപ്നം, അവരുടെ സമയം, അവരുടെ കഴിവ്, അവരുടെ ധനം എല്ലാം കൂടി കൊണ്ടുവന്ന് ഇട്ടിട്ടുണ്ടാക്കുന്ന ഒരു സാധനമാണിത്. ഇത് എന്റർടൈനിങ് ആണെങ്കിലും നമ്മൾ എന്റർടൈനിങ് ആയിട്ടിരിക്കാനല്ല, ബാക്കിയുള്ളവരെ എന്റർടൈനിങ് ആക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ഇതിൽ വളരെ സൂക്ഷ്മം ശ്രദ്ധിച്ച് താല്പര്യത്തോടു കൂടി വർക്ക് ചെയ്യേണ്ട ഒരു മേഖലയാണ്. ഒരു സെക്കൻഡ് പോലും വൈകുമ്പോൾ അത്രയും നഷ്ടമുണ്ടാവും ഇത് മുടക്കുന്ന ഒരാൾക്ക്. അതുകൊണ്ട് അതിന് അത്രയും പ്രാധാന്യത്തോടു കൂടിയിട്ടാണ് ഞങ്ങളെ പഠിപ്പിക്കുക. പഠിപ്പിക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബോർഡിൽ എഴുതി പഠിപ്പിക്കുന്നതല്ല കമൽ സാർ. സാർ തന്നെ പ്രവർത്തിച്ചും പറഞ്ഞും കേട്ടും ഒക്കെ ഞങ്ങൾ, അല്ലാതെ സാർ ഇത് ഇന്നത് ചെയ്യണം, ഇങ്ങനെ ചെയ്യണം, അല്ലെങ്കിൽ ഇതേപോലെ തന്നെ ചെയ്യാവൂന്നില്ല. അതൊരു ഗുരുകുല വിദ്യാഭ്യാസത്തെ കുറിച്ച് വളരെ വാചാലനാവുന്നുണ്ട്. കാരണം അദ്ദേഹത്തിൻ്റെ കൂടെ 8-10 വർഷം ജോലി ചെയ്തവനാണല്ലോ, അസോസിയേറ്റ് ആയിട്ട് ജോലി ചെയ്ത എക്സ്പീരിയൻസും പാഠമുണ്ട്. പക്ഷേ അവിടെ തന്നെയും കമൽ ഒരിക്കൽ പോലും ഷൈനെ തള്ളി പറഞ്ഞിട്ടില്ല. വളരെ വിശ്വാസത്തോടു കൂടി സ്വന്തം കുടുംബത്തിലൊരു കുട്ടി എന്നുള്ള രീതിയിൽ മാത്രമാണ് ഷൈനെ എപ്പോഴും പറഞ്ഞിട്ടുള്ളത്. നല്ല ഒരു ലഹരി വിമുക്ത ക്യാമ്പയിൻ്റെ ഭാഗമായിട്ട് മുൻനിർത്തി കൊണ്ടുവരാൻ പറ്റിയ ഒരു ചെറുപ്പക്കാരൻ എന്നുള്ള രീതിയിൽ ഞാൻ അദ്ദേഹത്തെ ഗ്ലോറിഫൈ ചെയ്യുമൊന്നുമല്ല. പക്ഷേ ഈ ഒരു സംഭാഷണത്തിലൂടെ എനിക്ക് തോന്നുന്നു അദ്ദേഹം വളരെയധികം മാറിയിട്ടുണ്ട് എന്നെനിക്ക് തോന്നുന്നുണ്ട്. നിങ്ങൾക്കും അത് ശരിയാണെന്ന് തോന്നുന്നുണ്ടാവും അല്ലേ? ഇത്രയധികം കോമാളിവൽക്കരിക്കപ്പെട്ടിട്ട് അല്ലെങ്കിൽ ലഹരിയുടെ പിടിയിൽ ഇങ്ങനെയൊക്കെ പറയുന്നുണ്ടെങ്കിൽ അദ്ദേഹം പറയുന്ന ചില വാക്കുകൾ അളന്നു കുറിച്ച വാക്കുകളാണ് പറയുന്നത്. ഞാൻ പറയുന്നത് മാത്രമാണ് ശരി, ഞാനാണ് ശരി, മറ്റുള്ളവരെല്ലാം തെറ്റ്. ആ ഒരു ചിന്തയിൽ നിന്ന് നമ്മൾ പുറത്തു വരികയാണെങ്കിൽ തന്നെ എല്ലാത്തിനും ഒരു കണിശത വരും, ഒരു തീരുമാനമാകും. അതിൽ നമ്മൾ പുറത്തു വരണം എന്നത്ര വളരെ മനോഹരമായിട്ട് അദ്ദേഹം വിവരിക്കുന്ന ഒരു കുറച്ച് പോർഷനും കൂടെ ഈ ഇൻ്റർവ്യൂവിലുണ്ട്. നമുക്ക് അതും കൂടെ ഒന്ന് കേട്ട് നോക്കാം. ചില സമയങ്ങളിൽ ഞാൻ പറഞ്ഞ പോലെ നമ്മുടെ ചില പ്രശ്നങ്ങൾ കൊണ്ട് നമുക്ക് തിരിച്ചറിയാൻ പറ്റാതെ പോവും. നമ്മൾ ചെയ്യുന്നത് ശരിയാണോ ശരിയല്ലേ? ചില സമയത്ത് നമ്മൾ വിചാരിക്കും നമ്മൾ ചെയ്യുന്നതൊക്കെ ശരിയാണ്, നമ്മൾ മാത്രമാണ് ശരിയും. അങ്ങനെ ഒരു പോയിന്റ് ഉണ്ടാവും. ആ പോയിന്റ് ഉണ്ടെങ്കിൽ നമ്മളൊന്ന് ജസ്റ്റ് തിരിഞ്ഞു നോക്കി ശ്രദ്ധിച്ചാൽ മതി. നമ്മളാണ് പ്രശ്നമെന്ന് നമ്മളാണ്ട് അംഗീകരിക്കുക. എന്നാലേ നമുക്ക് ഇന്ന് പുറത്തു കിടക്കാൻ പറ്റുള്ളൂ. അല്ലെങ്കിൽ നമ്മൾ എപ്പോഴും എതിർത്തുകൊണ്ടേയിരിക്കും. നമ്മളുടെ ഭാഗത്തൊരു പ്രശ്നമില്ല, നമ്മളാണ് ശരി, നമ്മളാണ് ശരി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ഒരിക്കലും നമ്മൾ തെറ്റാണെങ്കിലും ശരിയാണെങ്കിൽ കൂടി നമുക്ക് അടുത്തതിലേക്ക് കടക്കാൻ പറ്റില്ല. അത് മനുഷ്യൻ്റെ ബേസിക് ആയിട്ടുള്ള ഒരു നേച്ചറും കൂടിയാണ്. എത്ര നമ്മൾ തെറ്റ് ചെയ്താലും ആ തെറ്റിനെ നമ്മൾ ഗ്ലോറിഫൈ ചെയ്ത് അത് തെറ്റല്ല എന്ന് വരുത്തി തീർക്കാനുള്ളൊരു ശ്രമം. അപ്പോൾ ഇതിൽ നിന്ന് അദ്ദേഹം വളരെ വലിയൊരു ആശയമാണ് പറയുന്നത്. നമ്മൾ ചെയ്യുന്നതല്ല ശരി എന്നുള്ള ആ ഒരു വിശ്വാസം കഴിഞ്ഞിട്ട് നമ്മൾ മാത്രമാണ് ശരി എന്നുള്ള ചിന്തയിൽ നിന്ന് പുറത്ത് കടക്കുന്ന സമയത്താണ് നമ്മൾ ശരിക്കും യഥാർത്ഥത്തിലുള്ള നല്ലൊരു വ്യക്തിയായി മാറുക. അതുപോലെ മനീഷ് ഇതിനകത്ത് അദ്ദേഹത്തിനോട് ചോദിക്കുന്നുണ്ട്, അപ്പോൾ ഇത്രയും നാൾ നമ്മൾ കണ്ട ഷൈൻ ടോം ചാക്കോ പല ഇൻ്റർവ്യൂകളിലൊക്കെ നമ്മൾ കാണാറുണ്ട്, കസേരകളിൽ കയറി കുത്തിയിരിക്കുക, നിലത്ത് കുത്തിയിരിക്കുക, ഫോൺ എടുത്തെറിയുക ഒക്കെ. അപ്പോൾ കാണുമ്പോൾ പ്രേക്ഷകർക്കുണ്ടാകുന്ന ഒരു ഷൈനിനെക്കുറിച്ച് നമുക്കൊക്കെ മനസ്സിലൊരു എന്താണ്, തമാശക്കാരനുള്ളതിനേക്കാൾ ഉപരി ഒരു കോമാളി എന്നുള്ളൊരു രീതിയിൽ അയാൾ വെള്ളമടിച്ചിട്ട് അല്ലെങ്കിൽ ലഹരി ഉപയോഗിച്ചിട്ട് എന്തൊക്കെയോ ചേഷ്ടകൾ കാണിക്കുന്നു എന്നൊക്കെയായിരുന്നു നമ്മുടെ മനസ്സിൽ. പക്ഷേ ആ കാര്യങ്ങളെക്കുറിച്ച് ചോദിക്കുമ്പോൾ ഷൈൻ അത് അംഗീകരിക്കുകയും ഇപ്പോഴദ്ദേഹത്തിന് വന്ന മാറ്റങ്ങളെക്കുറിച്ച് സംസാരിക്കുകയും ചെയ്യുന്നു. അതും കൂടെ ഒന്ന് ശ്രദ്ധിച്ചാലോ. ഒരു ചോദ്യം ചോദിച്ച് ചോദ്യത്തിനേക്കാൾ ചെറിയ ഉത്തരമൊക്കെ കിട്ടുന്ന വളരെ ഇതായിട്ടുണ്ട്.
പക്ഷെ അതേ ഞാൻ തന്നെ നമ്മൾ പിന്നെ ഈ പറയുന്ന ഇപ്പൊ ഒരു ലഹരിയുമായി ബന്ധപ്പെട്ട് അങ്ങനത്തെ അഡിക്ഷനൊക്കെ പുറത്തുള്ള ഇത് കാണുന്ന സമയത്ത് ഒരു ചെയറിൽ അമർന്നിരിക്കാതെ ഇപ്പൊ ഇരിക്കുന്ന ജീവിതത്തിലാണെങ്കിൽ കാലെവിടെയോ കയ്യോ ഇപ്പം ഷൈൻ്റെ മുന്നിൽ തന്നെ മറ്റേ മഴവിൽ മനോരമയിൽ ഒരു കൊച്ച് പെർഫോം ചെയ്ത പോലെ ഫോൺ എവിടെയാണോ കാലെവിടെയാണോ കയ്യോ ഇത് തന്നെ ഒരുപക്ഷെ ഇപ്പോഴൊക്കെ ഇതൊക്കെ എടുത്ത് കണ്ടു കഴിഞ്ഞാൽ ഈ വ്യത്യാസം വേറെ മനസ്സിലാവുന്നില്ല. നമ്മുടെ നിയന്ത്രണത്തിലല്ലാത്ത നമ്മൾ ഇപ്പൊ ഷൈനിന്റെ നിയന്ത്രണത്തിലല്ലാത്ത ഷൈനിനെ അങ്ങനെ കാണാൻ അങ്ങനെ കാണാൻ പറ്റുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ആ സമയങ്ങളിൽ ഞാൻ ഒരുപാട് ഇന്റർവ്യൂസ് കൊടുത്തിരുന്നു. അപ്പൊ എനിക്ക് തന്നെ മടുക്കുന്ന സമയത്ത് നമ്മളെ മടുപ്പിക്കാതിരിക്കാനും ഇന്റർവ്യൂസ് എന്റർടൈൻ ചെയ്യിപ്പിക്കാൻ ഞാൻ വളരെയധികം ശ്രമിച്ചിരുന്നു. അതിന്റെ ഭാഗമായിട്ടാണ് അങ്ങനെ ഇരുന്നോടത്ത് ഇരിക്കാതെ അല്ലെങ്കിൽ കുറച്ച് കളി തമാശകളിലൂടെ അവതരിപ്പിച്ചിരുന്നു. പക്ഷെ അത് ഒരുപാട് ഓവറാകുമ്പോ അത് ആദ്യം ആളുകൾക്ക് ഇഷ്ടപ്പെടുകയും പിന്നീട് ആളുകൾക്ക് മടുപ്പുണ്ടാക്കുകയും അരോചകമായി തോന്നുകയും ചെയ്യുമ്പോഴും എനിക്കത് മനസ്സിലായിരുന്നില്ല, നമുക്ക് പിടികിട്ടുന്നില്ല. അത് പലപ്പോഴും ചിലപ്പോൾ നമ്മുടെ ശീലങ്ങൾ കൊണ്ടായിരിക്കും. അവരെ എൻ്റർടൈൻ ചെയ്യിക്കാൻ വേണ്ടി എന്തൊക്കെ ചെയ്യാമോ അതൊക്കെ ചെയ്യാൻ അദ്ദേഹം ശ്രമിച്ചതിൻ്റെ ഭാഗമായിട്ടാണ് ആ കോമാളിത്തരങ്ങളൊക്കെ ചെയ്തിട്ടുള്ളത് അല്ലേ? വളരെ വ്യക്തമായിട്ട് നമ്മൾ ധ്യാൻ്റെയൊക്കെ ഇൻ്റർവ്യൂ, ധ്യാൻ ഒരു പക്ഷേ സിനിമയിലൊരു വിജയമൊന്നും അല്ലെങ്കിൽ പോലും പല ഇൻ്റർവ്യൂവിലും അദ്ദേഹത്തിന് ലക്ഷങ്ങൾ ആരാധിക്കുന്നത് അദ്ദേഹത്തിൻ്റെ ആ സംസാരത്തിലൂടെയാണ്. പക്ഷേ ഇദ്ദേഹം കാണിച്ച ചേഷ്ടകൾ പലപ്പോഴും നമുക്ക് അരോചകമായിട്ട് തോന്നുന്ന ഒരു കോമാളിയായിട്ട് കണ്ടുള്ളൂ. പക്ഷേ ഇപ്പോൾ നമുക്ക് ഷൈൻ്റെ സംസാരം കേൾക്കുമ്പോൾ അദ്ദേഹം തിരിച്ചു വരുന്നു എന്നറിയുമ്പോഴും സന്തോഷം തോന്നുന്നു, മനസ്സിൽ വളരെയധികം സന്തോഷം. അതിൽ മനീഷ് ജനങ്ങളുടെ എല്ലാ സപ്പോർട്ടിനെ കുറിച്ചും ഒക്കെ അദ്ദേഹം വളരെ വാചാലനാവുന്നുണ്ട്. അതിലെടുത്ത് പറയേണ്ട ഒന്നാണ് മമ്മൂട്ടിയെക്കുറിച്ച് പറയുന്ന കാര്യങ്ങൾ. മമ്മൂക്ക വിളിച്ച കാര്യവും സംസാരിച്ച കാര്യവും, നീ ഒരു കുറുമ്പനാണ്, അല്ലാതെ നിനക്ക് മറ്റ് വേറെ പ്രശ്നങ്ങളൊന്നുമില്ല, വേഗം തിരിച്ചു വായോ, നമുക്ക് പടങ്ങളൊക്കെ ചെയ്യണ്ടേ, തൻ്റെ മോനോട് സംസാരിക്കുന്നത് പോലെ ചേർത്ത് നിർത്താൻ കാണിച്ചതും ഒക്കെ അദ്ദേഹം വളരെ വാചാലനായി പറയുന്നു. അതുകൊണ്ട് നമുക്കൊന്ന് കേട്ടിട്ട് വീഡിയോ വൈൻഡപ്പ് ചെയ്യാം. എന്താണ് ഇവരൊക്കെ ഈ പറയുന്ന മമ്മൂക്കാനോട് ഞാൻ പറഞ്ഞു, മമ്മൂക്ക ഡാഡി എന്റെ പിന്നാലെ നടന്ന് ഡാഡി പോയി. ഞാൻ അറിഞ്ഞു മമ്മൂക്ക് ബുദ്ധിമുട്ടിലൂടെ കടന്നു പോകുന്ന സമയമാണല്ലോ. ആ സമയത്തും മമ്മൂക്ക പക്ഷെ എനിക്ക് എനർജി വന്ന, എടാ നീ അത്ര പ്രശ്നക്കാരനായ ഒരു കുട്ടിയൊന്നുമല്ല, ഇച്ചിരി കുറുമ്പുള്ളൊരു കുട്ടി കുറുമ്പുണ്ടെന്നേ ഉള്ളൂ, അതൊന്നും മാറ്റിയാൽ മതി, അത്രേ ഉള്ളൂ, നീ വലിയ പ്രശ്നക്കാരനൊന്നുമല്ല, നമുക്ക് ഇനിയും പടം ചെയ്യാം. ഞാൻ മമ്മൂക്കാണ് പറഞ്ഞു, മമ്മൂക്കയും വേഗം നമുക്ക് ഒരുപാട് പടങ്ങൾ ചെയ്യാനുള്ളതാണ്. ഓക്കെ, എല്ലാം ശരിയാവും, ഒന്നിനെയും ആലോചിച്ച് വിഷമിക്കൊന്നും വേണ്ട, നമ്മൾ മാറി നമ്മൾ മുന്നോട്ട് പോവുക, ബാക്കിയെല്ലാം നമ്മുടെ കൂടെ വന്നോളും. പിഷാരടിയും ചാക്കോച്ചനും കൂടി കാണാവുന്നപ്പോഴാണ് പിഷാരടിയാണ് വിളിച്ചു തന്നത് മമ്മൂ. അപ്പൊ മമ്മൂക്ക പറഞ്ഞു, ഞാൻ മെസ്സേജ് വിട്ടിട്ടുണ്ടായിരുന്നു, അപ്പൊ ഞാൻ മൊബൈലൊന്നും യൂസ് ചെയ്തിരുന്നില്ല, ഞാൻ നോക്കുമ്പോൾ മമ്മൂക്കയുടെ മെസ്സേജ് കറക്റ്റ് ആയിട്ട് വന്നിട്ടുണ്ട്. ഇപ്പോഴും ഇതിനു മുന്നേ കേസ് ജയിച്ച സമയത്ത് മറ്റേ കൊക്കൈൻ കേസ് നമ്മള് നിരപരാധികളാണെന്ന് വാർത്ത വന്നപ്പോഴും മമ്മൂക്കയുടെ ഒരു മെസ്സേജ്, ഗോഡ് ബ്ലെസ് യു എന്ന് പറഞ്ഞു. ഞാൻ ആലോചിക്കും, എങ്ങനെ മമ്മൂക്കയ്ക്ക് ഇങ്ങനെ മെസ്സേജ്, വീക്കെൻഡുമായിട്ട് നമ്മൾ ഫോണിൽ കൂടെ സംസാരിക്കുന്ന ആളോ അല്ലെങ്കിൽ എനിക്ക് മെസ്സേജ് അയച്ചിട്ട് മമ്മൂക്കയ്ക്ക് ഒരു ഹൈ ഒന്നും കിട്ടാനൊന്നും ഇല്ലല്ലോ. പക്ഷെ കറക്റ്റായിട്ട് കറക്റ്റായിട്ട് വേണ്ട സമയങ്ങളില് ഒരു നമ്മളെ ടോപ്പ് അപ്പ് ചെയ്യണ പോലെ ഒരു എനർജി തരുന്ന പോലെ ഒരു മെസ്സേജ് വരും. മമ്മൂട്ടി മാത്രമല്ല, മമ്മൂട്ടി നമ്മൾ മലയാളികളുടെ ഒരു പ്രതീകമാണെന്ന് തന്നെ പറയാം. നമ്മൾ മല്ലൂസ് അങ്ങനെയാണല്ലോ, നമ്മൾ മലയാളികൾ അങ്ങനെയാണ്. ആർക്കെങ്കിലും ഒരു പ്രതിസന്ധി വന്നു കഴിഞ്ഞാലും അവരുടെ ഒപ്പം നിൽക്കും നമ്മൾ. ഈ ഒരു കേസിൽ ഷൈനെ എത്രമാത്രം നമ്മൾ കുറ്റപ്പെടുത്തിയോ അദ്ദേഹത്തിൻ്റെ തിരിച്ചുവരവിൽ നമ്മൾ വളരെയധികം സന്തോഷിക്കുകയാണ്. അദ്ദേഹത്തിന് ഉണ്ടായ നഷ്ടം വളരെ വലുതാണ്. നമുക്കറിയാം, നമ്മുടെ ഫാമിലിയിൽ നമ്മളുടെ അച്ഛനോ അമ്മയോ ആരെങ്കിലും ഒരാൾ നഷ്ടപ്പെടുമ്പോൾ ഉണ്ടാകുന്ന നികത്താനാകാത്ത നഷ്ടം വളരെ വലുതാണ്. പക്ഷേ ആ ഒരു നഷ്ടത്തിൻ്റെ ഫലമായിട്ട് ഒരു വ്യക്തിയുടെ റീബർത്ത്, അദ്ദേഹം ലഹരി എന്നുള്ളൊരു കാര്യം അത് ഉപേക്ഷിക്കുകയും തൻ്റെ പ്രൊഫഷനിലേക്ക് തിരിച്ചു വരികയും വളരെ നന്നായിട്ട് പ്രവർത്തിക്കാൻ തീരുമാനിക്കുകയും ചെയ്യുന്നതും കുടുംബത്തെ താങ്ങായിട്ട് നിർത്തുവാൻ ശ്രമിക്കുന്നതുമൊക്കെ വളരെ പ്രതീക്ഷ നൽകുന്നുണ്ട്. അതുകൊണ്ട് നമ്മളെല്ലാവരും അദ്ദേഹത്തെ വളരെയധികം ഹൃദയത്തോട് ചേർത്ത് നിർത്തും.
സപ്പോർട്ട് ചെയ്യുകയും ചെയ്യും. അതുകൊണ്ട് ഷൈനിന് എല്ലാ പിന്തുണയും പറയുകയാണ്. നമ്മൾ ഇതിഹാസയിലൊക്കെ കണ്ട ആ മിടുക്കൻ കുട്ടിയായിട്ട് തിരിച്ചു വരിക, നല്ല നല്ല കഥാപാത്രങ്ങൾ ചെയ്യാൻ അദ്ദേഹത്തിന് സാധിക്കട്ടെ. അദ്ദേഹത്തിൻ്റെ ഈ ട്രോമയിൽ നിന്ന് എത്രയും പെട്ടെന്ന് പുറത്ത് കടന്ന് ആക്സിഡൻറ്റ് ഇഞ്ചുറീസ് എല്ലാം കഴിഞ്ഞിട്ട് എത്രയും പെട്ടെന്ന് എൻ്റെ വർക്കിലൂടെ തിരിച്ചു വരാൻ സാധിക്കട്ടെ എന്ന് ആശംസിക്കുകയും ചെയ്യുകയാണ്. ഒത്തിരി സ്നേഹത്തോടെ ഷൈൻ.